ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അടിയുറച്ച വിശ്വാസം, അടിതെറ്റാത്ത പാദങ്ങൾ. പ്രീമിയർ, ദി കിങ് ഓഫ് ഫുട്വെയർസ്. ആഹ്ലാദം മുണ്ടുകൾ, ഇനി ഓരോ വീട്ടിലും ആഹ്ലാദം. നമസ്കാരം. ജില്ലാ വാർത്തകൾ. സർക്കാർ ഉദ്യോഗസ്ഥരിൽ നിന്നും പൊതുജനത്തിന് ലഭിക്കേണ്ട സേവനങ്ങൾ കൃത്യമായി ലഭിക്കാതെ വന്ന സാഹചര്യത്തിലാണ് സേവനാവകാശ നിയമം നിലവിൽ വന്നത്. സർക്കാരിൽ നിന്നും പൊതുജനത്തിന് ലഭ്യമാവേണ്ട അവകാശങ്ങൾ സംബന്ധിച്ച് പലരും അജ്ഞരാണ്. സമൂഹത്തിന്റെ താഴേക്കിടയിൽ നിന്നും ഇതിന്റെ ബോധവൽക്കരണം ആരംഭിക്കേണ്ടിയിരിക്കുന്നു. പ്രധാന വാർത്തകളിലേക്ക്. ഉദ്യോഗസ്ഥ സംവിധാനത്തിന്റെ പരാജയമാണ് സേവനാവകാശ നിയമം കൊണ്ടുവരേണ്ട സാഹചര്യമുണ്ടാക്കിയതെന്ന് മലയാളം സർവകലാശാല വൈസ് ചാൻസലർ കെ ജയകുമാർ. ഇന്റർനാഷണൽ റിവർ ഫെസ്റ്റിവൽ ജൂലൈ 26 തുഷാരഗിരിയിൽ ആരംഭിക്കും. പുലിക്കയത്ത് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. റോഡിന്റെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധിച്ച് മെഡിക്കൽ കോളേജ് തൊണ്ടയാട് റോഡ് സംരക്ഷണ സമിതി ഹർത്താൽ ആചരിച്ചു. വാർത്തകൾ വിശദമായി. ഉദ്യോഗസ്ഥ സംവിധാനത്തിന്റെ പരാജയമാണ് സേവനാവകാശ നിയമം കൊണ്ടുവരേണ്ട സാഹചര്യമുണ്ടാക്കിയതെന്ന് മലയാളം സർവകലാശാല വൈസ് ചാൻസലർ കെ ജയകുമാർ. ജില്ലാ ഇൻഫർമേഷൻ ഓഫീസിന്റെയും ജില്ലാ ഭരണകൂടത്തിന്റെയും ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച സേവനാവകാശ നിയമം ശില്പശാല ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജില്ലാ ഭരണകൂടത്തിന്റെയും ജില്ലാ ഇൻഫർമേഷൻ ഓഫീസിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് പുതിയറ എസ് കെ പൊറ്റക്കാട് സാംസ്കാരിക ഹാളിൽ സേവനാവകാശ നിയമത്തെക്കുറിച്ച് ശില്പശാല നടന്നത്. മലയാളം സർവകലാശാല വൈസ് ചാൻസലർ കെ ജയകുമാർ ശില്പശാല ഉദ്ഘാടനം ചെയ്തു. ഉദ്യോഗസ്ഥ സംവിധാനത്തിന്റെ പരാജയമാണ് സേവനാവകാശ നിയമം കൊണ്ടുവരേണ്ടി വന്ന സാഹചര്യമുണ്ടായതെന്ന് അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. തെരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെന്റുകൾ കാലാകാലങ്ങളിൽ പറയുന്ന കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കാനുള്ള ഒരു ഉപകരണമാണ്, ഇൻസ്ട്രുമെന്റാണ്, ടൂളാണ് ബ്യൂറോക്രസിയും ഈ ഉദ്യോഗസ്ഥ വൃന്ദവും. എന്നിരിക്കെ സേവനം കൊടുക്കാൻ നിങ്ങൾക്ക് അധികാരമുണ്ടെന്ന് മാത്രമല്ല, അത് കിട്ടാൻ മറ്റുള്ളവർക്ക് അവകാശവുമുണ്ട് എന്ന് ഒരു നിയമം കൊണ്ടുവരേണ്ടി വന്നത് വാസ്തവത്തിൽ അത് നമ്മുടെ പരാജയം തന്നെയാണ്. ഒരു നിയമം ഇല്ലാതെ കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണല്ലോ. ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെന്റ് ഉത്തരമേഖലാ ഡയറക്ടർ ടി വേലായുധൻ അധ്യക്ഷനായിരുന്നു. ജില്ലാ ജഡ്ജി ഡോക്ടർ വി വിജയകുമാർ മുഖ്യപ്രഭാഷണം നടത്തി. IMG റീജിയണൽ ഡയറക്ടർ BM മുഹമ്മദ് ഷെരീഫ്, IMG ഫെലോ MK സാദിഖ്, ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ ഖാദർ പാലാഴി, അസിസ്റ്റന്റ് ഇൻഫർമേഷൻ ഓഫീസർ അരുൺ SS എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. ശില്പശാലയിൽ ജില്ലയിലെ സന്നദ്ധ സർവീസ് സംഘടനാ പ്രവർത്തകരും പങ്കെടുത്തു. 2 രക്തസാക്ഷികളെ സൃഷ്ടിക്കുകയും നിരവധി ഇരുചക്ര വാഹന യാത്രക്കാർക്ക് അപകടങ്ങളിൽ പരിക്കേൽക്കുകയും ചെയ്ത മെഡിക്കൽ കോളേജ് തൊണ്ടയാട് റോഡിന്റെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധിച്ച് റോഡ് സംരക്ഷണ സമിതി പ്രദേശത്ത് ഹർത്താൽ ആചരിച്ചു. റെസിഡൻസ് അസോസിയേഷൻ കൂട്ടായ്മയും ഓട്ടോ ടാക്സി ആംബുലൻസ് ഡ്രൈവർമാരും വ്യാപാരികളും ഹർത്താലിലും പ്രകടനത്തിലും പങ്കാളികളായി. കോഴിക്കോട് മെഡിക്കൽ കോളേജ് മുതൽ തൊണ്ടയാട് വരെയുള്ള റോഡിന്റെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധിച്ച് റെസിഡൻസ് അസോസിയേഷനുകളുടെയും ഓട്ടോ ടാക്സി ആംബുലൻസ് ഡ്രൈവർമാരുടെയും കൂട്ടായ്മയായ മെഡിക്കൽ കോളേജ് തൊണ്ടയാട് റോഡ് സംരക്ഷണ സമിതിയുടെ ആഭിമുഖ്യത്തിലാണ് ഹർത്താൽ ആചരിച്ചത്. രാവിലെ 9 മുതൽ 12 വരെ നടന്ന ഹർത്താലിൽ വ്യാപാരികളും അണിചേർന്നു. പ്രതിഷേധക്കാർ തകർന്ന റോഡിലൂടെ മെഡിക്കൽ കോളേജിലേക്ക് തൊണ്ടയാട് നിന്നും പ്രകടനം നടത്തി. മെഡിക്കൽ കോളേജിലെ മലിനജലം ശുദ്ധീകരിച്ച് കനോലി കനാലിൽ ഒഴുക്കിവിടുന്നതിനായി റോഡ് കുഴിച്ചതും ജപ്പാൻ കുടിവെള്ള പദ്ധതിക്കായി ഭീമൻ പൈപ്പിടാൻ വീണ്ടും കുഴിച്ചതും മഴയ്ക്ക് മുൻപേ റോഡ് പണി പൂർത്തിയാക്കുന്നതുമാണ് റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്ക് കാരണമായത്. ഈ റോഡിൽ 2 രക്തസാക്ഷികളെ സൃഷ്ടിച്ചതിനു പുറമെ നിരവധി ഇരുചക്ര വാഹന യാത്രക്കാർക്ക് അപകടത്തിൽ പരിക്കേറ്റിട്ടുമുണ്ട്. സമരപരിപാടികൾക്ക് മെഡിക്കൽ കോളേജ് തൊണ്ടയാട് റോഡ് സംരക്ഷണ സമിതി ചെയർമാൻ KP അബ്ദുൽ ലത്തീഫ്,
കൺവീനർ പുതുശ്ശേരി വിശ്വനാഥൻ എന്നിവർ നേതൃത്വം നൽകി. റെസിഡൻസ് അസോസിയേഷനുകളുടെ ജില്ലാ കമ്മിറ്റിയായ റെസിഡൻസ് അപ്പെക്സ് കൌൺസിൽ ഓഫ് കോഴിക്കോട്, മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ദേവഗിരി കോളേജ്, സേവിയോ ഹയർ സെക്കൻഡറി സ്കൂൾ, മെഡിക്കൽ കോളേജ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, ചേവായൂർ UP സ്കൂൾ, പ്രസന്റേഷൻ ഹയർ സെക്കൻഡറി സ്കൂൾ, ദേവഗിരി പബ്ലിക് സ്കൂൾ, ഭാരതീയ വിദ്യാഭവൻ ഹയർ സെക്കൻഡറി സ്കൂൾ തുടങ്ങിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കുള്ള വിദ്യാർത്ഥികളുടെ സഞ്ചാരപാതയാണിത്. സ്കൂട്ടർ മറിഞ്ഞ് ബസ് കയറി ഒരു വീട്ടമ്മ മരിച്ചതും മെഡിക്കൽ പ്രവേശനം കഴിഞ്ഞ് പിതാവിനോടൊപ്പം സ്കൂട്ടറിൽ പോവുകയായിരുന്ന വിദ്യാർത്ഥിനി ബസ് തട്ടി മരിച്ചതും ഈ റോഡിൽ തന്നെയാണ്. ഇതിനു പുറമെ നിരവധി ഇരുചക്ര വാഹന യാത്രക്കാർക്ക് അപകടങ്ങളിൽ പരിക്ക് പറ്റിയിട്ടുമുണ്ട്. ഇതിൽ ഗുരുതരമായി പരിക്ക് പറ്റിയവരുമുണ്ട്. പൈപ്പ് ലൈൻ ഇടുന്നതിനു വേണ്ടി കുഴിയെടുത്തപ്പോൾ പൊട്ടിപ്പോയ ശുദ്ധജല വിതരണ പൈപ്പുകൾ നന്നാക്കാതെ മണ്ണിട്ട് മൂടിയതിനാൽ പ്രദേശത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കുടിവെള്ളം കിട്ടാത്ത അവസ്ഥയുമുണ്ട്. കാവ് നഗർ, കാവ് സൗത്ത്, സൗഗന്ധിക റെസിഡൻസ് അസോസിയേഷൻ പരിധിയിൽ 20 ദിവസത്തിലധികവും നോർത്ത് കോവൂർ NTMC റോഡ്, ഈസ്റ്റ് നെല്ലിക്കോട് റെസിഡൻസ് അസോസിയേഷൻ പരിധിയിൽ 2 ആഴ്ചയുമായി ശുദ്ധജല വിതരണം നിലച്ചിട്ട് വിവിധ റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികൾ വാട്ടർ അതോറിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടും തിരിഞ്ഞു നോക്കിയിട്ടില്ലെന്ന പരാതിയുമുണ്ട്. ദക്ഷിണേന്ത്യയിലെ രണ്ടാമത് കയാക്കിംഗ് ഇന്റർനാഷണൽ ചാമ്പ്യൻഷിപ്പും വൈറ്റ് വാട്ടർ റാഫ്റ്റിംഗും തുഷാരഗിരിയിൽ വെച്ച് ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ മാസങ്ങളിൽ നടക്കും. ഇന്റർനാഷണൽ റിവേഴ്സ് ഫെസ്റ്റിവൽ ജൂലൈ 26-ന് തുഷാരഗിരി പുലിക്കയത്ത് വെച്ച് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഉദ്ഘാടനം ചെയ്യും. കേരള അഡ്വഞ്ചർ ടൂറിസം പ്രൊമോഷൻ സൊസൈറ്റിയും ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിൽ കോഴിക്കോടും കേരള കയാക്കിംഗ് അക്കാദമിയും സംയുക്താഭിമുഖ്യത്തിൽ മദ്രാസ് ഫൺ ടൂൾസിന്റെ സഹകരണത്തോടെയാണ് ഫെസ്റ്റിവൽ നടത്തുന്നത്. ജൂലൈ 25, 26, 27 തീയതികളിൽ നടക്കുന്ന ദക്ഷിണേന്ത്യയിലെ ഒരേയൊരു വൈറ്റ് വാട്ടർ കയാക്കിംഗ് ഇന്റർനാഷണൽ ചാമ്പ്യൻഷിപ്പിന് ജൂലൈ 26-ന് ടൂറിസം മന്ത്രി AP അനിൽകുമാറിന്റെ സാന്നിധ്യത്തിൽ തിരിതെളിയിക്കുന്നത് കേരള മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയാണ്. ജൂലൈ 27-ന് നടക്കുന്ന സമാപന സമ്മേളനത്തിൽ വിജയികൾക്കുള്ള സമ്മാനദാനം നിർവഹിക്കുന്നത് മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ്. ജൂലൈ 25, 26, 27 തീയതികളിൽ നടക്കുന്ന കയാക്കിംഗ് ഇന്റർനാഷണൽ ചാമ്പ്യൻഷിപ്പിൽ 14ഓളം വിദേശ രാജ്യങ്ങളിൽ നിന്ന് കയാക്കിംഗ് താരങ്ങൾ പങ്കെടുക്കും. ചാലിയാറിന്റെ ഉപനദികളായ ചാലിപ്പുഴ, ഇരുവഞ്ഞിപ്പുഴ എന്നിവിടങ്ങളിൽ നടക്കുന്ന മലബാർ റിവർ ഫെസ്റ്റിവലിന്റെ ഉദ്ഘാടനവും സമാപനവും ചാലിപ്പുഴയിൽ പുലിക്കയത്ത് വെച്ചാണ് നടക്കുക. ആദ്യ ദിനത്തിൽ തുടക്കക്കാർക്കുള്ള മത്സരം ചക്കിട്ടപ്പാറ 1-ാം വാർഡിൽ മീൻതുള്ളിപ്പാറയ്ക്ക് സമീപം വെച്ച് നടത്തും. വിദേശ ടൂറിസ്റ്റുകൾക്കായി ആനസവാരി, കേരളീയ കലാരൂപങ്ങളുടെ അവതരണം എന്നിവ മേളയുടെ ആകർഷണങ്ങളിൽപ്പെടുന്നു. മദ്രാസ് ഫൺ ടൂൾസിന്റെ സാങ്കേതിക വിദഗ്ധരാണ് കഴിഞ്ഞ വർഷത്തെ പോലെ ഈ വർഷവും റിവർ ഫെസ്റ്റിവലിന് വേണ്ട സാങ്കേതിക പിൻബലം നൽകുന്നത്. ലോക അഡ്വഞ്ചർ ടൂറിസം ഭൂപടത്തിൽ നമ്മുടെ രാജ്യത്തിന് ശക്തമായ മേൽവിലാസം ഈ മേള വഴി ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. റംസാൻ കാലം സുഗന്ധപൂരിതമാക്കാൻ ഊതും അത്തറും നിറയുകയാണ് പെർഫ്യൂം കടകളിൽ. ഊതിന്റെയും അത്തറിന്റെയും പ്രധാന വിപണിയായ കോഴിക്കോട്ടെ അത്തറിൻ മണമുള്ള തെരുവുകളിൽ റംസാൻ പിറന്നതോടെ ആവശ്യക്കാരുടെ തിരക്ക് വർദ്ധിച്ചിരിക്കുന്നു. NP ഷക്കീറിന്റെ റിപ്പോർട്ട്. അത്തറെന്ന് കേൾക്കുമ്പോൾ അറബികളെ ഓർക്കുന്നവരുണ്ട് നമ്മുടെ നാട്ടിൽ. എന്നാൽ ഒന്നാം തരം ഊതും അത്തറും അറബികൾക്ക് സമ്മാനമായി നൽകുന്നത് മലയാളികളാണെന്ന് കേൾക്കുമ്പോൾ ഒരുപക്ഷെ ആശ്ചര്യം തോന്നും. കേരളത്തിൽ ഊതുമരം വളരുന്നില്ലെങ്കിലും ഉത്തരേന്ത്യൻ സംസ്ഥാനമായ അസമിൽ അവ യഥേഷ്ടമുണ്ട്. അവിടെ നിന്ന് കേരളത്തിലെത്തിക്കുന്ന ഊതുമത്തറും മലയാളികൾ ഗൾഫിൽ കൊണ്ടുപോയി തങ്ങളുടെ സ്പോൺസർമാരായ അറബികൾക്ക് സമ്മാനിക്കുന്നത് പതിവാണ്. അറേബ്യയിലെ പ്രധാന സുഗന്ധധൂപമായ ശുദ്ധമായ ഊത് സ്വന്തമാക്കുവാൻ അറബികൾ ഇങ്ങോട്ട് വരാറുമുണ്ട്. കോഴിക്കോട് പ്രധാന അത്തർ വിപണിയായ ജാഫർഖാൻ കോളനി റോഡാണിത്. പരിസരങ്ങളിൽ സുഗന്ധം പരത്തി തലങ്ങും വിലങ്ങും പെർഫ്യൂം കടകൾ. കൂട്ടത്തിൽ മുന്തിയ ഇനം ഊതും ഊതിന്റെ അത്തറുമാണ്. വിലയിലും മേന്മയിലും ഊത് തന്നെയാണ് മുന്നിൽ. അസമിലെ വനത്തിൽ വളരുന്ന പ്രത്യേകതരം മരമാണ് ഊത് അഗർവുഡ് എന്നറിയപ്പെടുന്ന സുഗന്ധം പരത്തുന്ന മരം. മരത്തിന്റെ കാതൽ ഭാഗത്ത് പ്രത്യേകതരം ഫംഗസ് ബാധിക്കുന്നതോടെയാണ് അവ പരിമളം പൊഴിച്ചു തുടങ്ങുന്നത്. കാലപ്പഴക്കത്തിനനുസരിച്ചാണ് ഊതുമരത്തിന്റെ കാതലിന് വില. പഴക്കം കൂടുന്തോറും സുഗന്ധവും അതിനനുസരിച്ചുള്ള വിലയും കൂടും. അറബികളുടെ ജീവിതത്തിന്റെ ഭാഗമാണ് ഊത് പുകയ്ക്കൽ. ഇതിനിപ്പോൾ കേരളത്തിലും നല്ല പ്രചാരമുണ്ട്. ഊതുമരത്തിന്റെ കാതിൽ പ്രത്യേക പാത്രത്തിലിട്ട് കതകടച്ച് മുറിയിൽ വെച്ച് പുകയ്ക്കുന്നതാണ് രീതി. സാധാരണ സുഗന്ധദ്രവ്യങ്ങൾ 1-2 മണിക്കൂർ കൊണ്ട് പരിമളം നിലച്ചു പോകുമെങ്കിൽ ഊതിന്റെ സുഗന്ധം മണിക്കൂറുകളോളം നിലനിൽക്കും. വസ്ത്രങ്ങളിലും നിലനിൽക്കും ഈ പരിമളം. കോഴിക്കോട്ടെ സുഗന്ധ വ്യാപാരികളിലൊരാളായ അൻഫാസ്. ഇത് കേരളത്തിലെ മാർക്കറ്റ് വെച്ചാൽ ഇവിടെ വരുന്ന വിദേശ മലയാളികൾ അവരെ സ്പോൺസേഴ്സിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ്, ഗിഫ്റ്റായി കൊടുക്കുന്നതാണ് മെയിനായിട്ട് വരുന്നത്. പിന്നെ അറബ്സ് വന്ന് പർച്ചേസ് ചെയ്യും. അതാണ് ഇവിടുത്തെ മാർക്കറ്റ്. കസ്റ്റമേഴ്സൊക്കെ ഇപ്പം ഏകദേശം തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ലാസ്റ്റ് പത്തിലാണ് മെയിനായിട്ട് ഇതിൻ്റെ കസ്റ്റമേഴ്സ് വന്ന് തുടങ്ങുക. ഇപ്പോൾ ഏകദേശം ഹൂദ്നൂൽ ഊത് എന്നറിയപ്പെടുന്ന ഊതത്തറിന് 3 മില്ലി 50 മുതൽ 1000 രൂപ വരെ ഈടാക്കാറുണ്ട്. ഊതിന്റെ കാതലിന് 100 ഗ്രാമിന് 800 മുതൽ 5000 രൂപ വരെ വില വരുന്നു.
ഊതിനെ കൂടാതെ വിവിധതരം സുഗന്ധദ്രവ്യ ബ്രാൻഡുകൾക്കും കേരളത്തിൽ ആവശ്യക്കാരേറെയാണ്. 3, 6, 12, 25 തുടങ്ങി മില്ലി ലിറ്ററുകളിലാണ് അത്തറുകൾ വിതരണത്തിനായി തയ്യാറാക്കി വെക്കുന്നത്. ബോട്ടലുകളിലെത്തുന്ന വിവിധതരം സ്പ്രേകൾക്കും ആവശ്യക്കാർ ഏറെയാണിപ്പോൾ. മുംബൈ കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ സുഗന്ധദ്രവ്യ വിപണിയാണ് കോഴിക്കോട്ടേത്. നഗരത്തിലെ പെർഫ്യൂം കടകൾ നിറഞ്ഞ ഷോപ്പിംഗ് കോംപ്ലക്സുകൾ റമദാനിൽ കൂടുതൽ സജീവമാവുകയാണ്. പരിസരമാകെ പരിമളം പരത്തിക്കൊണ്ട്. വാർത്തകളിൽ ഇടവേള. ഇടറാതെ കാലിടറാതെ അടിയുറച്ച വിശ്വാസം, അടിതെറ്റാത്ത പാദങ്ങൾ. പ്രീമിയർ ദ കിങ് ഓഫ് ഫുട്വെയർസ്. എനിക്ക് കാണണ്ടവനെ. ആഹ്ലാദം മുണ്ടുകൾ. ഇനി ഓരോ വീട്ടിലും ആഹ്ലാദം. കല്യാൺ സിൽക്സ് അവിശ്വസനീയ ആടി സെയിൽ. നേടൂ 10 മുതൽ 50% വരെ വിലക്കിഴിവ്. കല്യാൺ സിൽക്സ്. കേരളത്തിലെ ഏറ്റവും വലിയ ഇലക്ട്രോണിക് സമുച്ചയം SG ഇലക്ട്രോണിക്ക. 12 ബ്രാൻഡഡ് കമ്പനി ഷോറൂമുകൾ ഒരു കുടക്കീഴിൽ. SG ഇലക്ട്രോണിക്ക. 666 രൂപ നൽകി LED TV സ്വന്തമാക്കുവാൻ സുവർണാവസരം. SG ഇലക്ട്രോണിക്ക. LG, സോണി, പാനസോണിക്, വോൾട്ടാസ്, ഗോദ്രേജ്, ഹയർ, ഷാർപ്പ്, ഫിലിപ്സ്, വേൾപൂൾ, IFB ബ്രാൻഡുകളുടെ എല്ലാ മോഡലുകളും. SG ഇലക്ട്രോണിക്ക, ഇലക്ട്രോണിക്സ് ജംഗ്ഷൻ നിയർ മലബാർ ക്രിസ്ത്യൻ കോളേജ്, വയനാട് റോഡ്, കോഴിക്കോട്. ഫോൺ 0495406201. നമ്മുടെ സന്തോഷത്തെക്കാൾ വലുതായി അവർക്ക് മറ്റെന്തുണ്ട്? നമുക്കേകും സന്തോഷം അവർക്കതാണ് ആഘോഷം. നിമിഷങ്ങളെല്ലാം ഉത്സവം. തോളും ഈ സന്തോഷം തിളങ്ങുന്നൊരാഘോഷം. നിമിഷങ്ങളെല്ലാം My daughter's happiness festival at Malabar Gold and Diamonds. അവളുടെ സന്തോഷം നിങ്ങളുടെ ആഘോഷം. വാർത്തകൾ തുടരുന്നു. പലസ്തീൻ നിലപാടിലും കേന്ദ്ര സർക്കാർ കോർപ്പറേറ്റുകളുടെ താൽപര്യമാണ് സംരക്ഷിക്കുന്നതെന്ന് CITU സംസ്ഥാന വൈസ് പ്രസിഡന്റ് TP രാമകൃഷ്ണൻ. ആഗോള മുതലാളിത്തം തൊഴിലാളികൾക്കിടയിൽ അരാഷ്ട്രീയവാദം ഉയർത്തിവിടുന്നതായും അദ്ദേഹം പറഞ്ഞു. കേരള മെഡിക്കൽ ആൻഡ് സെയിൽസ് റെപ്രസെന്റേറ്റീവ് അസോസിയേഷൻ 47ാം ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരള മെഡിക്കൽ ആൻഡ് സെയിൽസ് റെപ്രസെന്റേറ്റീവ് അസോസിയേഷൻ 47ാം ജില്ലാ സമ്മേളനം കോഴിക്കോട് ടൗൺ ഹാളിൽ നടന്നു. CITU സംസ്ഥാന വൈസ് പ്രസിഡന്റ് TP രാമകൃഷ്ണൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. പാലസ്തീൻ നിലപാടിലും കേന്ദ്ര സർക്കാർ കോർപ്പറേറ്റുകളെ താൽപര്യമാണ് സംരക്ഷിക്കുന്നതെന്ന് അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച വ്യാജ മുദ്രാവാക്യങ്ങളുടെ പിന്തുണയോടെയാണ് മോദി അധികാരത്തിൽ വന്നത്. ആഗോള മുതലാളിത്തം തൊഴിലാളികൾക്കിടയിൽ അരാഷ്ട്രീയവാദം ഉയർത്തിവിടുന്നതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പുതിയ സാഹചര്യത്തെ അതിജീവിക്കാനും പുതിയ ശൈലി അംഗീകരിച്ചുകൊണ്ട് പ്രവർത്തനങ്ങളിൽ മാറ്റം വരുത്തി നാം ഈ സമൂഹത്തിന്റെ മുഖ്യധാരകളിലേക്ക് ജനങ്ങളുടെ സംരക്ഷകരായി മാറേണ്ടവരാണ് തൊഴിലാളികൾ. അപ്പോഴാണ് വർഗ ആധിപത്യത്തിന് പ്രസക്തിയേറുള്ളൂ, വർഗത്തിന്റെ മുൻകൈക്ക്, വർഗത്തിന്റെ നേതൃത്വത്തിന് പ്രസക്തി വർദ്ധിക്കുന്നുള്ളൂ. ഈ കാര്യം മനസ്സിലാക്കി ജനങ്ങളുടെ സംരക്ഷകർ കൂടിയാണ് നാം എന്ന ബോധ്യത്തോടുകൂടി ജനങ്ങൾ നേരിടുന്ന നാനാ പ്രശ്നങ്ങളിൽ നിലപാടുകൾ എടുത്ത് മുമ്പോട്ട് പോവുക എന്ന ശൈലി സ്വീകരിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അത്തരമൊരു മാറ്റത്തിന് സഹായകരമായ നിലപാട് നിങ്ങളുടെ സമ്മേളനം സ്വീകരിക്കുമെന്ന പ്രതീക്ഷയോടുകൂടി ഈ സമ്മേളനം ഔപചാരികമായി കേരള മെഡിക്കൽ ആൻഡ് സെയിൽസ് റെപ്രസെന്റേറ്റീവ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് മാധവ് പ്രസാദ് അധ്യക്ഷം വഹിച്ചു. സംസ്ഥാന പ്രസിഡന്റും അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റുമായ G മധു റിപ്പോർട്ട് അവതരിപ്പിച്ചു. അഖിലേന്ത്യാ സെക്രട്ടറി PN സുബ്രഹ്മണ്യൻ, വത്സകുമാർ, VV രാജു, KM സുരേന്ദ്രൻ, PK സന്തോഷ് എന്നിവർ സംസാരിച്ചു. വേണ്ടിയുള്ള പോരാട്ടങ്ങൾ 1000-ത്തോളം വരുന്ന നമ്മുടെ കാരുണ്യമതികളുടെ കനിവ് തേടുകയാണ് അപൂർവ രോഗത്തിന് അടിമയായ സഹോദരങ്ങൾ. മാവൂർ പഞ്ചായത്തിലെ ചെറുപ്പയിൽ കണ്ണോലത്ത് ശ്രീനിവാസന്റെ മക്കളായ അഖിലേഷ്, അഭിനേഷ് എന്നിവർക്കാണ് മസ്കുലാർ ഡിസ്ട്രോഫി എന്ന അസുഖം ബാധിച്ച് ചികിത്സയിൽ കഴിയുന്നത്.
അപൂർവങ്ങളിൽ അപൂർവമായ പാരമ്പര്യജന്യ രോഗമാണിതെന്നാണ് വൈദ്യശാസ്ത്രം പറയുന്നത്. മസിലുകളുടെ വളർച്ച നിലച്ച് നടക്കാനോ നിൽക്കാനോ സ്വന്തം നിലയിൽ പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കാനോ പോലും പറ്റാത്ത ദയനീയ അവസ്ഥയിലാണ് ഈ സഹോദരങ്ങൾ ഇപ്പോൾ. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി വൈദ്യശാസ്ത്രത്തിന്റെ വിവിധ ശാഖകളിൽ ചികിത്സ നടത്തിവരികയാണ്. ആഴ്ചകൾക്ക് മുൻപ് മാത്രം തുടങ്ങിയ ആയുർവേദ ചികിത്സയിൽ ഇരുവർക്കും പ്രകടമായ മാറ്റങ്ങൾ ദൃശ്യമായിട്ടുണ്ട്. മുടക്കമില്ലാതെ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞാൽ മാത്രമേ പ്രതീക്ഷിക്കുന്ന ഫലമുണ്ടാകൂ. വർഷങ്ങളായി നടത്തിവന്ന ചികിത്സയുടെ ഭാഗമായി ഇതിനകം തന്നെ വലിയൊരു തുക ചിലവായിട്ടുണ്ട്. തുടർ ചികിത്സയ്ക്കും വലിയ തുക ആവശ്യമാണ്. രോഗികളായ മാതാവും ഭാര്യയും അടങ്ങുന്ന കുടുംബത്തിന്റെ മറ്റു ചിലവുകൾ കൂടി കണക്കാക്കുമ്പോൾ കൂലിപ്പണിക്കാരനായ ശ്രീനിവാസന് മാത്രമായി താങ്ങാവുന്നതല്ല ചെലവുകൾ. അതുകൊണ്ട് ഇവരുടെ ചികിത്സയ്ക്കായി ചെറുപ്പയിൽ കമ്മിറ്റി രൂപീകരിച്ചു. കമ്മിറ്റിയുടെ പേരിൽ മാവൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ ചെറുപ്പ ശാഖയിൽ SB അക്കൗണ്ട് നമ്പർ 5596ഉം SBI പൂവാട്ടുപറമ്പ് ശാഖയിൽ SB അക്കൗണ്ട് 339853494445ഉം നമ്പറിൽ അക്കൗണ്ട് തുടങ്ങിയിട്ടുണ്ട്. ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ എല്ലാ മനുഷ്യ സ്നേഹികളുടെയും പിന്തുണ തേടുകയാണ് ഈ ദയനീയ കുടുംബം. പഠന പ്രവർത്തനങ്ങളുടെ ഭാഗമായി ആരോഗ്യ ബോധവൽക്കരണവും. കോഴിക്കോട് മെഡിക്കൽ കോളേജ് MSc നഴ്സിംഗ് വിദ്യാർത്ഥികളാണ് കമ്മ്യൂണിറ്റി നഴ്സിംഗിന്റെ ഭാഗമായി വെള്ളയിൽ ഗവൺമെന്റ് ഫിഷറീസ് UP സ്കൂളിൽ ആരോഗ്യ വിദ്യാഭ്യാസ പ്രദർശനവും ക്യാമ്പും സംഘടിപ്പിച്ചത്. ഗ്രാമപ്രദേശങ്ങളിലെ സ്കൂളുകളിലും ഇത്തരം ക്യാമ്പുകൾ സംഘടിപ്പിക്കുമെന്ന് ക്യാമ്പ് കോർഡിനേറ്റർ പറഞ്ഞു. വെള്ളയിൽ ഗവൺമെന്റ് ഫിഷറീസ് UP സ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ ആരോഗ്യ വിദ്യാഭ്യാസ ബോധവൽക്കരണ പ്രദർശനവും ആരോഗ്യ പരിശോധനാ ക്യാമ്പും സംഘടിപ്പിച്ചു. മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ MSc നഴ്സിംഗ് സ്റ്റുഡൻസിന്റെ നേതൃത്വത്തിലാണ് കമ്മ്യൂണിറ്റി നഴ്സിംഗിന്റെ ഭാഗമായി പരിപാടി സംഘടിപ്പിച്ചത്. സ്കൂളിലെ 49 വിദ്യാർത്ഥികൾ ഇതിന്റെ ഗുണഭോക്താക്കളായി. വിദ്യാർത്ഥികളിൽ വ്യക്തിശുചിത്വത്തിന്റെയും ആരോഗ്യ ബോധവൽക്കരണത്തിന്റെയും പ്രാധാന്യം മനസ്സിലാക്കി കൊടുക്കുന്നതായിരുന്നു പ്രദർശനം. പ്രദർശനത്തെക്കുറിച്ച് രേഖ. ഞങ്ങൾ ഗവൺമെന്റ് കോളേജ് ഓഫ് നഴ്സിംഗ് മെഡിക്കൽ കോളേജിലെ MSc നഴ്സിംഗ് വിദ്യാർത്ഥികളാണ്. അപ്പോൾ ഞങ്ങളുടെ പഠനത്തിന്റെ ഭാഗമായിട്ട് ഞങ്ങളിവിടെ ഒരു ആരോഗ്യ പ്രദർശനം വിദ്യാഭ്യാസ പരിപാടി നടത്തുന്നുണ്ട്. അപ്പം കുട്ടികളിൽ പല ആരോഗ്യ പ്രശ്നങ്ങളും നമ്മൾ കണ്ടുവരുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊരു ബോധവൽക്കരണം അവർക്ക് കൊടുക്കുക എന്ന വഴി നമുക്ക് നല്ലൊരു തലമുറയെ വാർത്തെടുക്കാൻ സാധിക്കും. അപ്പം ഇതാണ് ഞങ്ങളുടെ മുഖ്യമായ ഒരു ഉദ്ദേശം. നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ പാഠ്യപദ്ധതിയുടെ ഭാഗമായിട്ടായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. 12ഓളം നഴ്സിംഗ് വിദ്യാർത്ഥികൾ പ്രദർശന വസ്തുക്കൾ ഒരുക്കി. പ്രധാന അധ്യാപിക PP ലീലാമ്മ, MSc അധ്യാപിക ജൂലി ജോസഫ്, മേരി ജോസഫ്, സ്കൂളിലെ അധ്യാപകരായ മഞ്ജുഷ, രാധ, സുരേഷ്, ജെസി, മേരി ഡെൽഫിന്ന, എയ്ഡ, ജാഫർ എന്നിവർ നേതൃത്വം നൽകി. സൂര്യകൃഷ്ണമൂർത്തിയുടെ മൾട്ടിമീഡിയ നാടകമായ ദീർഘചതുരം കോഴിക്കോട്ട്. സാമൂഹ്യനീതി വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ കേരളത്തിനകത്തും പുറത്തുമായി 40 വേദികളിൽ നാടകം അരങ്ങേറും. കലാ സാംസ്കാരിക സംഘടനയാണ് കോഴിക്കോട്ട് വേദിയൊരുക്കുന്നത്. കേരള സർക്കാർ സാമൂഹ്യനീതി വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ സൂര്യകൃഷ്ണമൂർത്തി രചനയും സംവിധാനവും നിർവഹിച്ച മൾട്ടിമീഡിയ നാടകം ദീർഘചതുരം കോഴിക്കോട് ടൗൺ ഹാളിൽ ജൂലൈ 25 വൈകുന്നേരം 6:45 അരങ്ങേറും. പ്രവേശനം സൗജന്യമായിരിക്കുമെന്നും സംഘാടകർ പറഞ്ഞു. നാടകാവതരണത്തിന്റെ പ്രത്യേകതകൾ കാരണം ഹാളിലേക്കുള്ള പ്രവേശനം 6:40 വരെ മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. ഒരു ടെലിവിഷൻ സ്റ്റുഡിയോയിലെ റിയാലിറ്റി ഷോയുടെ സെറ്റിന്റെ പശ്ചാത്തലത്തിൽ നടക്കുന്ന ഒരു റിയൽ ടൈം നാടകമാണ് ദീർഘചതുരം. സ്വന്തം വളർച്ചയ്ക്കായി സ്ത്രീകളെ കരുക്കളാക്കുകയും കാര്യസാധ്യതയ്ക്കു ശേഷം അവരെ തമസ്കരിക്കുകയും ചെയ്യുന്ന ഒരു ഹിന്ദുസ്ഥാനി സംഗീതജ്ഞന്റെ കഥയാണ് ദീർഘചതുരം. നാം ഉപേക്ഷിച്ചു പോകുന്ന വഴികളിൽ യാത്രികർ ഇന്നും ബാക്കിയുണ്ട് എന്ന തിരിച്ചറിവാണ് ഈ നാടകം നൽകാൻ ശ്രമിക്കുന്നത്. കോഴിക്കോട് നഗരസഭയുടെയും ജില്ലാ ഭരണകൂടത്തിന്റെയും കോഴിക്കോട് കലാ സാംസ്കാരിക സമിതിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ ടാഗോർ തിയേറ്ററിൽ സൂര്യ നൃത്ത സംഗീതോത്സവം ഒക്ടോബർ 7 ഉദ്ഘാടനം ചെയ്യും. 5 ദിവസം നീണ്ടുനിൽക്കുന്ന മേളയിൽ വിവിധ കലാപരിപാടികൾ അവതരിപ്പിക്കുമെന്നും സംഘാടകർ പറഞ്ഞു. മനുഷ്യരാശിയുടെ വൻ കുതിച്ചുചാട്ടമായ നീൽ ആംസ്ട്രോങ്ങിന്റെ ചെറിയ ചുവടുവയ്പ്പിനെ ഓർമ്മിപ്പിച്ച് മേഖലാ ശാസ്ത്ര കേന്ദ്രത്തിൽ ചാന്ദ്രദിനാഘോഷങ്ങൾ തുടങ്ങി. ചാന്ദ്രദിനത്തെക്കുറിച്ച് ബോധവൽക്കരണം നടത്തുന്നതിന് ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായി ചന്ദ്രൻ ഭാവിയിലെ ഗൃഹം എന്ന വിഷയത്തിൽ ജലഛായ ചിത്രരചനാ മത്സരം നടത്തി. മൂൺ ഓർ ഫ്യൂച്ചർ ഹോപ്പ് ചിത്രരചനയുടെ വിഷയം കേട്ടപ്പോൾ അതിഥിയുടെയും അരുൺദാസിന്റെയും ഭാവനയിൽ തെളിഞ്ഞത് രാത്രി നീലാകാശത്ത് പാലപ്പം പോലെ തെളിഞ്ഞു കാണുന്ന അമ്പിളിമാമണിയല്ല, ഭൂമിയിൽ നിന്നും മനുഷ്യർ ചന്ദ്രനിലെത്തി വീട് വെച്ച് താമസിക്കുന്ന നാളുകളാണ്. മേഖലാ ശാസ്ത്ര കേന്ദ്രത്തിൽ ചാന്ദ്രവാരത്തോടനുബന്ധിച്ച് നടത്തിയ ചിത്രരചന മത്സരം വരുന്ന തലമുറ എത്രമാത്രം ശാസ്ത്ര കുതികളാണെന്നതിന്റെ തെളിവായി മാറി. റോക്കറ്റുകൾ വഴി വായുവും വെള്ളവും ചന്ദ്രനിലെത്തിക്കുന്നതും അവിടെ മനുഷ്യവാസം ആരംഭിക്കുന്നതും ക്യാൻവാസിൽ വിരിഞ്ഞു. ചന്ദ്രനിലിരുന്ന് ഭൂമിയെ നിരീക്ഷിക്കുന്ന ശാസ്ത്രജ്ഞരും ശാസ്ത്രത്തിന്റെ സാങ്കേതിക തത്വങ്ങളിലൊന്നും കുരുക്കാതെ നക്ഷത്രങ്ങളുടെ ഇടയിൽ കാണുന്ന പൂർണ്ണചന്ദ്രൻ ഭാവനയുടെ ചിറകുകൾ വിരിച്ച് ചായക്കൂട്ടുകളിൽ തെളിഞ്ഞു.
ഹൈസ്കൂൾ ക്ലാസുകളിലെ വിദ്യാർത്ഥികൾക്കായിരുന്നു മത്സരം. കോഴിക്കോട് വിദ്യാഭ്യാസ ജില്ലയിലെ വിവിധ സ്കൂളുകളിൽ നിന്നായി 38 വിദ്യാർത്ഥികളാണ് പങ്കെടുത്തത്. സ്കൂളുകൾ വഴി രജിസ്റ്റർ ചെയ്തവർക്കായിരുന്നു അവസരം. 2 മണിക്കൂറായിരുന്നു മത്സരം. ജലച്ചായം ഉപയോഗിച്ചായിരുന്നു ചിത്രരചന. മാരാചരണത്തോടനുബന്ധിച്ച് വിദ്യാർത്ഥികൾക്കായി വിവിധ പരിപാടികൾ ശാസ്ത്രകേന്ദ്രത്തിലുണ്ട്. ബുധനാഴ്ച പ്രസംഗ മത്സരം നടന്നു. വ്യാഴം വെള്ളി ദിവസങ്ങളിൽ 3D ചലച്ചിത്രമേള, ഫിസിക്സ് ഓഫ് മൂൺ എന്ന വിഷയത്തിൽ ശില്പശാല, ക്വിസ് മത്സരം എന്നിവ നടക്കും. 26-ന് മത്സര വിജയികൾക്കുള്ള സമ്മാനങ്ങളും വിതരണം ചെയ്യും. വാർത്തകളിൽ മറ്റൊരു ഇടവേള കൂടി. അടിയുറച്ച വിശ്വാസം, അടിതെറ്റാത്ത പാദങ്ങൾ. പ്രീമിയർ ദ കിങ് ഓഫ് ഫുട്വെയർസ്. എനിക്ക് കാണണ്ടവനെ. ആഹ്ലാദം മുണ്ടുകൾ. ഇനി ഓരോ വീട്ടിലും ആഹ്ലാദം. SG ഇലക്ട്രോണിക്ക കേരളത്തിലെ ഏറ്റവും വലിയ ഇലക്ട്രോണിക് സമുച്ചയം. 12 ബ്രാൻഡഡ് കമ്പനി ഷോറൂമുകൾ ഒരു കുടക്കീഴിൽ. 666 രൂപ നൽകി LED TV സ്വന്തമാക്കുവാൻ സുവർണാവസരം. LG, സോണി, പാനസോണിക്, വോൾട്ടാസ്, ഗോദ്രേജ്, ഹയർ, ഷാർപ്പ്, ഫിലിപ്സ്, വേൾപൂൾ, IFB ബ്രാൻഡുകളുടെ എല്ലാ മോഡലുകളും. SG ഇലക്ട്രോണിക്ക, ഇലക്ട്രോണിക്സ് ജംഗ്ഷൻ നിയർ മലബാർ ക്രിസ്ത്യൻ കോളേജ്, വയനാട് റോഡ്, കോഴിക്കോട്. ഫോൺ 0495406201. കല്യാൺ സിൽക്സ് അവിശ്വസനീയ ആടി സെയിൽ. നേടൂ 10 മുതൽ 50% വരെ വിലക്കിഴിവ്. കല്യാൺ സിൽക്സ്. വാർത്തകൾ തുടരുന്നു. കേന്ദ്ര സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെയും കേരളത്തോടുള്ള അവഗണനയിൽ പ്രതിഷേധിച്ചും യൂത്ത് കോൺഗ്രസ് കോഴിക്കോട് പാർലമെന്റ് കമ്മിറ്റി നേതൃത്വത്തിൽ ഇൻകം ടാക്സ് ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. യൂത്ത് കോൺഗ്രസ് പാർലമെന്റ് കമ്മിറ്റി പ്രസിഡന്റ് PP നൌഷീർ ധർണ ഉദ്ഘാടനം ചെയ്തു. സമീജ് പാവപ്പടി, PV വിനീഷ് കുമാർ, PM ധനേഷ് എന്നിവർ നേതൃത്വം നൽകി. വിദ്യാർത്ഥികൾ രൂപകൽപ്പന ചെയ്ത സാൻഡ് സെപ്പറേറ്റർ വിപണിയിലെത്തിക്കാൻ കൺസെപ്റ്റ് എഞ്ചിനീയറിംഗ് രംഗത്ത്. ഈ മെഷീൻ വ്യാപകമാകുന്നതോടെ മണൽക്ഷാമത്തിന് ഒരു പരിധിവരെ പരിഹാരമാകുമെന്ന് സാരഥികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. പാറമണൽ വ്യവസായ മേഖലയ്ക്ക് പുത്തൻ പ്രതീക്ഷയേകി ഏതാനും എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾ രൂപകൽപ്പന ചെയ്ത ക്ലാസിഫയറുകളിൽ ഘടിപ്പിക്കാവുന്ന സാൻഡ് സെപ്പറേറ്റർ വിപണിയിലെത്തിക്കാൻ കൺസെപ്റ്റ് എഞ്ചിനീയറിംഗ് സ്ഥാപനം രംഗത്തെത്തി. ചുരുങ്ങിയ ചെലവിൽ തേപ്പ് മണലും കോൺക്രീറ്റ് മണലും വേർതിരിക്കാനും ക്ലേയുടെ അളവ് ഗണ്യമായി കുറയ്ക്കാനും കഴിയും എന്നതാണ് സാൻഡ് സെപ്പറേറ്ററിന്റെ പ്രത്യേകത. സാൻഡ് ഗുരു എന്ന ബ്രാൻഡ് നാമത്തിലാണ് ഈ ഉപകരണം വിപണിയിലെത്തുന്നത്. മൂവാറ്റുപുഴ ഇലാഹിയ എഞ്ചിനീയറിംഗ് കോളേജിലെ 3ാം വർഷ മെക്കാനിക്കൽ വിദ്യാർത്ഥികളായ മാത്യു സെബാസ്റ്റ്യൻ, K മാഹിൻ, അബൂബക്കർ അബിൻ എന്നിവരാണ് ഈ സാൻഡ് സെപ്പറേറ്റർ രൂപകൽപ്പന ചെയ്തത്. നിർമ്മാണ മേഖലയ്ക്കും പാറമണൽ വ്യവസായത്തിനും ഗുണപരമായ മാറ്റത്തിന് തുടക്കമാണ് സാൻഡ് സെപ്പറേറ്റർ ക്ലാസിഫയർ എന്ന് വിദ്യാർത്ഥികൾക്ക് സകല പിന്തുണയും നൽകിയ സാൻഡ് ഗുരു ഇന്ത്യ മാനേജിംഗ് ഡയറക്ടർ OM ജോയ് അഭിപ്രായപ്പെട്ടു. മനുഷ്യത്വം എന്താണെന്ന് മനസ്സിലാക്കാത്ത ഭരണകൂട സംവിധാനമാണ് ഗാസയിലെ ജനങ്ങളോട് യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നതെന്ന് PTA റഹീം MLA. വെൽഫെയർ പാർട്ടി ആഭിമുഖ്യത്തിൽ കോഴിക്കോട് സംഘടിപ്പിച്ച ഫലസ്തീൻ ഐക്യദാർഢ്യ സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന വംശീയ നരഹത്യക്കെതിരെ ഇന്ത്യ ശബ്ദമുയർത്തണമെന്ന് വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യ സംസ്ഥാന കമ്മിറ്റി സംഘടിപ്പിച്ച വി ദി പീപ്പിൾ ഓഫ് ഇന്ത്യ വിത്ത് ഗാസ ഐക്യദാർഢ്യ സമ്മേളനം ആവശ്യപ്പെട്ടു. ഐക്യരാഷ്ട്ര സംഘടനയുടേതടക്കം കരാറുകൾ ലംഘിച്ചാണ് ഇസ്രായേൽ ഫലസ്തീനിൽ കടന്നുകയറ്റം നടത്തുന്നത്. ഇത് യുദ്ധമല്ല, വംശീയ നരഹത്യയാണ്. മനുഷ്യാവകാശങ്ങളും ഇസ്രായേലിന്റെ കിരാതത്വവും തമ്മിലാണ് ഏറ്റുമുട്ടൽ നടക്കുന്നത്. ഓസ്ലോയിൽ യാസർ അറാഫത്തുമായി ഉണ്ടാക്കിയ കരാർ ഇസ്രായേൽ ലംഘിച്ചതാണ് ഫലസ്തീനികളെ ഇന്തിഫാദ സമരത്തിലേക്ക് എത്തിച്ചത്. പ്രശ്നം മതപരമാണെന്ന കേന്ദ്ര സർക്കാരിന്റെ നിലപാട് ഇതാണ് വ്യക്തമാക്കുന്നത്. നെഹ്റുവും ഗാന്ധിജിയും രൂപപ്പെടുത്തിയ വിദേശ നയത്തിൽ നിന്നുള്ള വ്യതിചലനമാണിത്. ഫലസ്തീനികൾക്കെതിരെ ഏകപക്ഷീയ നിലപാട് തുടർന്നാൽ അറബ് രാജ്യങ്ങളുമായുള്ള ബന്ധം കൂടുതൽ വഷളാകും. ഇസ്രായേലുമായി നയതന്ത്ര ബന്ധം ഉപേക്ഷിക്കുന്നതടക്കമുള്ള നടപടികളിലേക്ക് ഇന്ത്യ നീങ്ങണം. ഇതിന് ജാതിമത ഭേദമന്യേ കൂട്ടായ ശബ്ദം ഉയരണമെന്നും സമ്മേളനം ആഹ്വാനം ചെയ്തു. PTA റഹീം MLA ഉദ്ഘാടനം ചെയ്തു. ഒരു വേട്ടപ്പട്ടി പിടിച്ച ഒരു മനുഷ്യൻ അതിദയനീയമായി വിലയിപ്പിക്കുമ്പോഴും അട്ടഹസിക്കുമ്പോഴും ഇസ്രായേൽ ഭടന്മാർ 2 പേർ ചേർന്ന് ആ പട്ടിയെ വേർപെടുത്താൻ ശ്രമിച്ചിട്ട് പോലും ആ പട്ടി വേർപെട്ടു പോകുന്നില്ല. ആ മനുഷ്യനെ കടിച്ച് കൊല്ലുകയാണ്. അത്രയും നിഷ്ഠൂരമായ രീതിയിൽ ഒരു ജനതയോട്
പ്രതികാര ബുദ്ധിയോടുകൂടി പെരുമാറിക്കൊണ്ടിരിക്കുന്ന ഒരു ഭരണകൂടമാണ് ഇസ്രായേലിന്റെ ഭരണകൂടം. മനുഷ്യത്വം എന്താണ് എന്ന് മനസ്സിലാക്കുക പോലും ചെയ്യാതെ, മനസ്സിൽ നിലക്കുക പോലും ചെയ്യാത്ത ഒരു ഭരണകൂടവും ആ ഭരണകൂടത്തിന്റെ സംവിധാനങ്ങളുമാണ് ഗസയിലെ ജനങ്ങളോട് യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നത്. വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് ഹമീദ് വാണിയമ്പലം അധ്യക്ഷം വഹിച്ചു. മാധ്യമം മീഡിയ വൺ ഗ്രൂപ്പ് എഡിറ്റർ ഒ അബ്ദുറഹിമാൻ, KN കുഞ്ഞാമത്, ഡോക്ടർ ഫസൽ ഗഫൂർ, P സുരേന്ദ്രൻ, KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു, വെൽഫെയർ പാർട്ടി സംസ്ഥാന ജനറൽ സെക്രട്ടറി M അംബുജാഷൻ, K അജിത, PC ഭാസ്കരൻ, സജിദ് ഖാലിദ്, PK അബ്ദുറഹിമാൻ എന്നിവർ സംസാരിച്ചു. അറിയിപ്പുകൾ. +2 പാസ്സായി സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബത്തിലെ മിടുക്കരായ വിദ്യാർത്ഥികൾക്ക് തൊഴിൽ സാധ്യത ഉറപ്പു നൽകുന്ന ഹോട്ടൽ മാനേജ്മെന്റ്, എയർപോർട്ട് മാനേജ്മെന്റ്, BBA, BCA തുടങ്ങിയ കോഴ്സുകൾ ചേർന്ന് പഠിക്കാൻ റോട്ടറി ക്ലബ്ബ് കാലിക്കറ്റ് അപ് ടൗൺ സ്കോളർഷിപ്പ് നൽകുന്നു. താൽപര്യമുള്ള വിദ്യാർത്ഥികൾ 9656009992 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. കോഴിക്കോട്ട് ആസ്ഥാനമായി ഉടൻ പ്രവർത്തനം ആരംഭിക്കുന്ന ഓൺലൈൻ വീഡിയോ ന്യൂസ് പോർട്ടലിലേക്ക് വാർത്താ അവതാരകരെ ആവശ്യമുണ്ട്. മുൻകൂർ പരിചയം ആവശ്യമില്ല. താൽപര്യമുള്ളവർ 8606003333 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. കൊടുവള്ളി KMO ഹയർ സെക്കൻഡറി സ്കൂളിൽ സയൻസ്, കോമേഴ്സ്, ഹ്യൂമാനിറ്റീസ് ബാച്ചുകളിൽ സീറ്റ് ഒഴിവുണ്ട്. പ്രവേശനം ആഗ്രഹിക്കുന്നവർ ജൂലൈ 30-നുള്ളിൽ സ്കൂൾ ഓഫീസുമായി ബന്ധപ്പെടുക. കൂടുതൽ വിവരങ്ങൾക്ക് 0495221055 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartakal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഉദ്യോഗസ്ഥ സംവിധാനത്തിന്റെ പരാജയമാണ് സേവനാവകാശ നിയമം കൊണ്ടുവരേണ്ട സാഹചര്യമുണ്ടാക്കിയതെന്ന് മലയാളം സർവകലാശാല വൈസ് ചാൻസലർ K ജയകുമാർ. ഇന്റർനാഷണൽ റിവർ ഫെസ്റ്റിവൽ ജൂലൈ 26-ന് തുഷാരഗിരിയിൽ ആരംഭിക്കും. പുലിക്കയത്ത് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. റോഡിന്റെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധിച്ച് മെഡിക്കൽ കോളേജ് തൊണ്ടയാട് റോഡ് സംരക്ഷണ സമിതി ഹർത്താൽ ആചരിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് അടിയുറച്ച വിശ്വാസം, അടിതെറ്റാത്ത പാദങ്ങൾ. പ്രീമിയർ ദ കിങ് ഓഫ് ഫുട്വെയർസ്. ആഹ്ലാദം മുണ്ടുകൾ. ഇനി ഓരോ വീട്ടിലും ആഹ്ലാദം.